അഭിഷേകം എന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനഭാഗത്ത് വിശുദ്ധ പൗലോസ് യേശുക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു സത്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്നും ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, ജീവന്റെയും ആത്മാവിൻ്റെയും പ്രമാണം, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം. രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ഏദൻ തോട്ടത്തിൽ ആദത്തെ ഹവ്വായെയും തോട്ടത്തിൽ ആക്കിയിട്ട് തോട്ടം കാക്കുവാനുള്ള അല്ലെങ്കിൽ തോട്ടത്തിൻ്റെ സകല ഉത്തരവാദിത്വം അവർക്ക് കൊടുത്തു. അവരോട് പറഞ്ഞു, ജീവന്റെ ആത്മാവിൻ്റെതുമായ പ്രമാണം, മരണത്തിൻ്റെയും ജഡത്തിൻ്റെയുമായ പ്രമാണം, പാപത്തിൻ്റെ പ്രമാണം അരുത് എന്ന് പറഞ്ഞത് അവർ അനുസരണക്കേട് കാണിച്ചപ്പോഴാണ്. അനുസരണക്കേടിലൂടെയുള്ള പാപം അവരുടെ രക്തത്തിലേക്ക് കലർന്നു. അപ്പോൾ മുതൽ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ അവർ ജീവിക്കുവാൻ തുടങ്ങി. ആത്മാവിൻ്റെയും ജീവന്റെയും പ്രമാണത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് അവർ മാറി. ആത്മാവിൻ്റെയും ജീവന്റെയും പ്രമാണത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞ് തേജസ്സിൽ നിറഞ്ഞ് ദൈവകൃപയിൽ കർത്താവിനോട് കൂടെയുള്ള ജീവിതമാണ്. വീണ്ടെടുക്കുന്ന ഒരു ആത്മീയ അനുഭവത്തിലേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നത്. അതിന് താഴോട്ട് കർത്താവ് നമ്മളോട് പറയുകയാണ്, ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൽ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. നേരം പാപത്തിന്റെ പ്രമാണത്തിൽ നിന്നും മരണത്തിന്റെ അവസ്ഥയിൽ നിന്നും നമ്മെ ജീവന്റെയും ആത്മാവിൻ്റെയും പ്രമാണത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നു. കർത്താവ് നമ്മെ കൊണ്ടുവന്നു. ആത്മീയ പ്രമാണം, ജീവന്റെ പ്രമാണത്തിലേക്ക് കൊണ്ടുവന്നു. എന്തിനാ? ശിക്ഷാവിധിയിലേക്ക് കടന്നു പോകാത്ത വണ്ണം രക്ഷകനായ ക്രിസ്തുവിന്റെ കൂടെ നമ്മൾ രക്ഷിക്കപ്പെടുന്ന ഒരു ആത്മീയ അനുഭവത്തിലേക്ക് നമ്മെ ദൈവം കൂട്ടിക്കൊണ്ടുവന്നു. രക്ഷിക്കപ്പെട്ടവരെ കർത്താവിൽ കൂട്ടിക്കൊണ്ടുപോകാൻ കർത്താവായ യേശു വീണ്ടും വരാനിരിക്കുന്ന സത്യം ജീവന്റെ ആത്മാവിൻ്റെയും പ്രമാണത്തിലൂടെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും എന്നതാണ് സത്യം. ഇതിലേക്ക് നമ്മെ ദൈവം കൂട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്, പുത്രിമാരാണ്. അന്നേരം ഈ ആത്മീയ പ്രമാണത്തിന്റെ വഴിയിലൂടെയാണ് നമ്മൾ കർത്താവിനെ ആരാധിച്ചു പോകാൻ കഴിയത്തുള്ളൂ. ആദ്യ മാതാപിതാക്കളായ ആദവും ഹവ്വായും അങ്ങനെയായിരുന്നു കർത്താവിന്റെ കൂടെ ഉലാത്തി, കർത്താവിന്റെ കൂടെ ജീവിച്ചത്. പ്രിയമുള്ളവരെ, ഈ ഒരു പ്രഭാതം ദൈവം നമുക്ക് ഒരുക്കി തരുമ്പോൾ ഈ വചനം നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ജീവനായി വെളിപ്പെടണം. യേശു പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ആത്മാവും ജീവനുമാകുന്ന ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ അകത്തേക്ക് ദൈവം പകർന്നു തന്നിരിക്കുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ സംഭവിക്കുന്ന ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിലെ ചില ബന്ധനങ്ങളും ചില ഭാരങ്ങളും ചില അസ്വസ്ഥതകളും ചില ദുഃഖങ്ങളും കുടുംബത്തിലുള്ള ചില പരാജയങ്ങളൊക്കെ മാറി ഹൃദയത്തിൻ അകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും. യേശു നമ്മുടെ അകത്ത് ഇടപെടാൻ തുടങ്ങും. ദൈവത്തിന്റെ മഹത്വം നമ്മൾ കാണാൻ തുടങ്ങും.
കർത്താവിൻ്റെ കൂടെ നമ്മൾ ചേർന്ന് ആരാധിക്കാൻ തുടങ്ങും. കാരണം നമ്മുടെ അകത്ത് വലിയൊരു തീഷ്ണത വെളിപ്പെടും. നമ്മുടെ അകത്തൊരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ കർത്താവിടെയാക്കും. നമുക്കിന്ന് കർത്താവിനോട് കൂടെ പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ല ഒരു ദിവസം കൂടി ഞങ്ങൾക്കായി നീ ഒരുക്കി തന്നെങ്കിൽ ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണത്തിൽ അഥവാ ക്രിസ്തുയേശുവിലായി ഒരിക്കലും ഒരു ശിക്ഷാവിധിയിലേക്ക് കടന്നു പോകാത്ത വണ്ണം എന്റെ കർത്താവിന്റെ രക്ഷയുടെ കരത്തിൽ ചേർന്ന് ജീവിക്കത്തക്ക വിധം ഞങ്ങളെ നടത്തിയ കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.